ബാങ്കിങ് എക്സ്പെർട്ടിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നൊരു ടോപ്പിക്കാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. രണ്ട് വിഷയങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുമെന്ന് 100% ഞാൻ വിശ്വസിച്ചാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിൽ പല ആൾക്കാരും ലോൺ എടുക്കുന്നുണ്ട്. അപ്പോൾ പേഴ്സണൽ ലോൺ, കാറ് വിറ്റിട്ട് നമ്മൾ ലോൺ എടുക്കുന്നുണ്ട്. 75% ആൾക്കാരും ലോൺ എടുക്കുന്നത് ഹോസ്പിറ്റൽ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയാണ്. കാരണം നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഓപ്ഷനാണ് ഹോസ്പിറ്റൽ ചിലവെന്ന് പറയുന്നത്. ചില സമയങ്ങളിൽ, അതായത് നമ്മൾ വിചാരിക്കാത്ത സമയങ്ങളിൽ നമുക്ക് ഹോസ്പിറ്റൽ ചിലവുകൾ വന്നുകൊണ്ടേയിരിക്കും. അത് നമുക്ക് എത്രയാണെന്ന് എക്സ്പെക്റ്റ് ചെയ്യാൻ പോലും നമുക്ക് പറ്റില്ല. അപ്പോൾ ഇങ്ങനെ ഇൻ കേസ് നമുക്ക് എന്തെങ്കിലും ക്യാഷ് ഇല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു ബുദ്ധിമുട്ടായിട്ട് തന്നെ മാറും. നമുക്കത് പാനിക്കാവും. അങ്ങനെ പല പല ഇഷ്യൂസുമുണ്ട്. അപ്പോൾ ഇവിടെ പറഞ്ഞു വന്നത്, നമുക്ക് ഹോസ്പിറ്റൽ ചിലവിന് വേണ്ടി ഒരു ലോൺ കിട്ടിയാലോ, എങ്ങനെയായിരിക്കും? സൂപ്പർ അല്ലേ? അപ്പോൾ ഇന്ന് അങ്ങനെയുള്ളൊരു ആപ്ലിക്കേഷനാണ്, ഒരു NBFC ആണ് ഞാൻ ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഏകദേശം ഒരു 25,000 മുതൽ 3 ലക്ഷം രൂപ വരെ ലോൺ എടുക്കുന്ന ഒരു RBI അപ്രൂവ്ഡ് NBFC ആണ്. അപ്പോൾ എത്ര പേർക്ക് അറിയാം എന്ന് എനിക്കറിയില്ല. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഇവിടെ നിങ്ങൾക്ക് വേണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്യുവാൻ ഞാൻ തയ്യാറായത്. അപ്പോൾ ഇതിന് കുറേ ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് 3 മാസം കൊണ്ട് അടയ്ക്കാം, 6 മാസം കൊണ്ട് അടയ്ക്കാം, 9 മാസം കൊണ്ട് അടയ്ക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ 1 വർഷം 12 മാസം കൊണ്ട് അടയ്ക്കാനുള്ള ഓപ്ഷൻസും ഉണ്ട്. ഏറ്റവും കുറഞ്ഞ സിബിൽ സ്കോറിലാണ് ഇവർ ലോൺ ചെയ്യുന്നത്. കാരണം ഞാൻ നമ്മുടെ 3 സബ്സ്ക്രൈബേഴ്സിന് അല്ലെങ്കിൽ 3 കസ്റ്റമേഴ്സിന് ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവർ ടെസ്റ്റ് ഡോസ് അടിച്ചതാണ്. അവർക്ക് ഏകദേശം ഒരാൾക്ക് 5,000 രൂപ കിട്ടിയിട്ടുണ്ട്, ഒരാൾക്ക് ഏകദേശം 50,000 രൂപ ലോൺ അപ്രൂവ് ആയിട്ടുണ്ട്, ഒരാൾക്ക് ഏകദേശം 73,000 തോന്നുന്നു അപ്രൂവ് ആയിട്ടുണ്ട്, ഒരാൾക്ക് ഏകദേശം 64,000 അപ്രൂവ് ആയിട്ടുണ്ട്. ഇത് ഞാൻ തീർച്ചയായിട്ടും വെറുതെ പറയുന്നതല്ല, കാരണം നിങ്ങളെ കൊണ്ട് കുഴിയിൽ ചാടിച്ചിട്ട് എനിക്ക് ഒന്നും ചെയ്യാനില്ല, അതുകൊണ്ടാണ്. അപ്പോൾ വളരെ നല്ല ഓപ്ഷൻ. നിങ്ങൾ ദയവ് ചെയ്ത് ഇങ്ങനെ ഹോസ്പിറ്റൽ ചിലവൊക്കെ വന്ന് കിടക്കുന്ന ആൾക്കാരെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോൾ അവരിലേക്ക് ഒരു വീഡിയോ ഷെയർ ചെയ്താൽ തീർച്ചയായിട്ടും അവർക്കും ഇതൊരു ഉപകാരമാകും. അപ്പോൾ ഇത് RBI അപ്രൂവ്ഡുള്ള NBFC തന്നെയാണ്. മുക്ത് ഫിൻവെസ്റ്റ് ആൻഡ് പ്രോപ്പർട്ടീസ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് കമ്പനിയുടെ പേര്, മീൻസ് NBFCയുടെ ലൈസൻസിൻ്റെ പേര്. ഇനി നമുക്ക് ഇതിൻ്റെ ഓപ്ഷൻസ് ഇവിടെ ചെക്ക് ചെയ്യാം. നിങ്ങൾക്ക് കാണാമല്ലോ, എനിക്ക് ലിമിറ്റ് അവൈലബിൾ ആയിരിക്കുന്നത് 3 ലക്ഷം രൂപയാണ് ഇവിടെ ലിമിറ്റ് അവൈലബിൾ ആയിരിക്കുന്നത്. നിങ്ങൾക്ക് ഹോസ്പിറ്റൽ, അതിൻ്റെ ഫസ്റ്റിലേക്ക് കാണുന്നത് സ്കാൻ ഹോസ്പിറ്റൽ എന്ന ഓപ്ഷനുണ്ട്. എക്സ്പ്ലോർ, ഏതൊക്കെ ഹോസ്പിറ്റലിൽ ഈ ഫെസിലിറ്റി ഉണ്ടെന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഗിഫ്റ്റ് ഹെൽത്ത്, ട്രാവൽ നൗ, അത് നോക്കേണ്ട നമുക്കിത് മാത്രം നോക്കിയാൽ മതി. സ്കാൻ ഹോസ്പിറ്റൽ, എക്സ്പ്ലോർ ഹോസ്പിറ്റൽ. അതിന് താഴെ തന്നെ ഫീച്ചേർഡ് ഹോസ്പിറ്റൽസ് ഇവിടെ കാണാൻ സാധിക്കും. കോസ്മോഡെൻ, DHA ഇൻ്റർനാഷണൽ. DHA എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഇപ്പോൾ ഈ കഷണ്ടിയൊക്കെ ഉള്ള ആൾക്കാർക്ക് ഹെയർ ഫിക്സിങ് ചെയ്യുന്ന ഹോസ്പിറ്റലാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് പേര് അങ്ങനെ ലോൺ എടുത്ത് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണമെങ്കിലും യൂട്ടിലൈസ് ചെയ്യാം, ആ ഒരു പരിപാടിക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാം. പിന്നെ ഹോസ്പിറ്റൽ, ഏറ്റവും പ്രമുഖ ഹോസ്പിറ്റൽസാണ് ഇതിൽ അവൈലബിൾ ആയിരിക്കുന്നത്. നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. ഞാൻ കണ്ടതിൽ വെച്ച് പൊതുജനങ്ങൾക്ക് കുറച്ച് നന്മയുള്ള ഒരു ലോൺ ഓപ്ഷൻസ് ഇവർ മാത്രമേ ഉള്ളൂ. കാരണം അധികം ഇൻട്രസ്റ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ ഇതിന് താഴോട്ട് നോക്കുമ്പോൾ നിങ്ങൾക്കിപ്പോൾ ഇന്ത്യയിൽ എവിടെയും നിങ്ങൾക്ക് ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യാം. ആ ഹോസ്പിറ്റൽ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് ഇവിടെ തന്നെ നിങ്ങൾ കാണാൻ സാധിക്കും. കോസ്മോഡെൻ്റ്, DHA ഇൻ്റർനാഷണൽ, സാബ്കാൽ ഡെൻറ്റിസ്റ്റ്, കൊളോസ് ഹെൽത്ത് കെയർ, ക്ലോവ് ഡെന്തൽ, ഓർത്തോസ്ക്വയർ മൾട്ടി സ്പെഷ്യാലിറ്റി ഡെന്തൽ, ക്ലിനിക് ഡെർമാടെക്, അതുപോലെ തന്നെ കായ ക്ലിനിക്, അവതാർ സ്കിൻ കെയർ, DR ഹരോസ് വെൽനസ്. ഇത് നിങ്ങൾ വായിച്ചു നോക്കുക. ഇതെല്ലാം വായിക്കാൻ നിന്നാൽ ഞാൻ ഇന്നത്തെ സമയമൊന്നും തികയില്ല. ഒട്ടുമിക്ക ഹോസ്പിറ്റൽസും ഇവിടെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇവിടെ സ്കാൻ ചെയ്യാനുള്ള ഓപ്ഷൻസ് എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. ഉദാഹരണം, നമുക്കിപ്പോൾ നമ്മൾ DHA ഇൻ്റർനാഷണലിൽ നമ്മൾ ഹോസ്പിറ്റലിൽ ചെന്നു, നമ്മൾ ഹെയർ ഫിക്സിങ് എല്ലാം കഴിഞ്ഞു, നമുക്കവിടെ ബില്ല് കൊടുക്കണം. ഈ ആപ്പിൽ നിന്ന് നമുക്ക് ബില്ല് കൊടുക്കണം. അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ ചെന്നിട്ട് ബില്ലിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്, അതായത് അത് നോർമലി അവിടെ വരും. പിന്നെ നിങ്ങളുടെ പേഷ്യൻ്റ് ID, ആ ബില്ലിൽ തന്നെ ഒരു ID കാണും, പേഷ്യൻ്റ് ID എന്ന ഓപ്ഷൻസ് ഇവിടെ കാണാം. അതുപോലെ തന്നെ പേഷ്യൻസ് നെയിം. അപ്പോൾ ഇവിടെ ഞാൻ ഹെയർ ഫിക്സിങ്ങിൻ്റെ ഡീറ്റെയിൽസ് കാണിക്കുന്നതേ ഉള്ളൂ. എന്താണോ നിങ്ങൾ ഹോസ്പിറ്റലിൽ പോയിരിക്കുന്നത് ആ ഡീറ്റെയിൽസിൽ നിങ്ങളുടെ പേരുകൾ ഇവിടെ കൊടുക്കുക. അപ്പോൾ നമുക്കൊരു പേര് ഇവിടെ എൻ്റർ ചെയ്യാം. അതേപോലെ തന്നെ പേയ്മെൻറ്റ് എമൗണ്ട്, എത്രയാണോ പേയ്മെൻറ്റ് കൊടുക്കാനുള്ളത് അത് ഇവിടെ നമുക്ക് എൻ്റർ ചെയ്യാം. അത് ബില്ലിൽ കാണുമല്ലോ. പിന്നെ അപ്ലോഡ് ബില്ല്, ആ ബില്ല് ഇവിടെ അപ്ലോഡ് ചെയ്യണം. പിന്നെ നിങ്ങളുടെ സെൽഫിയും ഇവിടെ അപ്ലോഡ് ചെയ്തിട്ട് നമ്മുടെ ആ ഒരു അക്നോളജ്മെൻ്റ് ഉണ്ട്, അത് അക്നോളജ്മെൻറ്റ് ചെയ്തിട്ട് പ്രൊസീഡ് ഓപ്ഷൻ ചെയ്താൽ മതി. ഇവിടെ എനിക്കിപ്പോൾ ബില്ലും കാര്യങ്ങളൊന്നും തന്നെ ഇല്ല, അതുകൊണ്ടാണ് ചെയ്യാൻ പറ്റാത്തത്. വളരെ സിമ്പിളായിട്ടുള്ള ഓപ്ഷനാണ് കേട്ടോ, എല്ലാവർക്കും ഉപകാരപ്പെടും. നിങ്ങൾ മാക്സിമം ഇത്, കാരണം ഇങ്ങനെയുള്ള NBFC ആണ് നമ്മൾ കൂടുതൽ ഷെയർ ചെയ്ത് വിടാനുള്ളത്. ഒരു കാര്യം ശരിയാണ്, 100% നമ്മുടെ നന്മ
നന്മയ്ക്ക് വേണ്ടിയല്ല അവർ പ്രവർത്തിക്കുന്നത് നമുക്ക് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാം. കാരണം അവർക്കും എന്തെങ്കിലും കിട്ടാൻ വേണ്ടി തന്നെയാണ് ഈ ഒരു ബിസിനസ്സിൽ അവരും ഇറങ്ങിയിരിക്കുന്നത്. കാരണം അങ്ങനെ ഒരു ബാങ്കും ഇപ്പോൾ ഹോസ്പിറ്റൽ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ലോൺ ഒരു ബാങ്കും കൊടുക്കുന്നില്ല എന്നാണ് എൻ്റെ ഒരു തീരുമാനം. കൊടുക്കുന്നുണ്ടാകും, പക്ഷേ റെയറായിട്ട് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇവർ പക്കയായിട്ട് ഹോസ്പിറ്റൽ ട്രീറ്റ്മെൻറ്റിന് മാത്രമാണ് എന്താ പറയുന്നത് ഇവർ ഈ ബില്ല് കൊടുക്കുന്നത്. പിന്നെ ഒരു ഓപ്ഷൻ എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ DHI ഹോസ്പിറ്റൽ എടുത്തു, ആ ഹോസ്പിറ്റലിൻ്റെ എല്ലാ ബ്രാഞ്ചിലും ഇന്ത്യയിൽ എവിടെയാണോ ആ ബ്രാഞ്ച് ഉള്ളത് അവിടെയെല്ലാം നമുക്ക് ഈ ഒരു ഫെസിലിറ്റി നമുക്കിവിടെ യൂസ് ചെയ്യാം. ഇപ്പോൾ DHIൻ്റെ എറണാകുളം ഫസ്റ്റ് നിങ്ങൾക്ക് കാണാം, എറണാകുളം ശാഖയുടെ ഓപ്ഷൻസ് ഇവിടെ കാണാം. അതിൻ്റെ താഴെ 152 കിലോമീറ്ററുള്ള സായിറ ആർക്കേഡ് കാലിക്കറ്റിലെ ഓപ്ഷൻസ് ഇവിടെ കാണാം. അപ്പോൾ ആ ഹോസ്പിറ്റലിൽ എവിടെയാണോ അതിൻ്റെ ബ്രാഞ്ചുകളുള്ളത് അവിടെയെല്ലാം നിങ്ങൾക്ക് ഈ ഒരു ഫെസിലിറ്റി നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം, അത് പേടിക്കണ്ട. അതുപോലെ തന്നെ നമ്മൾ കുറച്ച് നാൾ മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു, സിബിൽ സ്കോർ കൂട്ടാൻ വേണ്ടി ഒരു NBFCയെ കുറിച്ച് നമ്മൾ ചെയ്തായിരുന്നു. അപ്പോൾ അത് ചെയ്ത് ഒരുപാട് പേർക്ക് സിബിൽ കൂടിയതായിരുന്നു. എന്നെ ഇന്നും വിളിച്ച ആൾക്കാർ എന്താ പറയുന്നതിനെക്കുറിച്ച് പറഞ്ഞായിരുന്നു. അപ്പോൾ അത് സന്തോഷമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഓർമ്മ കാണുമെന്ന് വിചാരിക്കുന്നുണ്ട്. നമ്മൾ സെറ്റ് ക്രെഡിറ്റ് ബിൽഡർ മെമ്പർഷിപ്പ് എന്നൊരു ഓപ്ഷനാണ് ഇതിലുള്ളത്. അതിന് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. അത് വേറെ ഒന്നുമല്ല, നിങ്ങൾ സിബിൽ സ്കോർ ഇപ്പോൾ പല കമ്പനിക്കാരെ നമ്മൾ അപ്രോച്ച് ചെയ്യുന്നുണ്ട്, ഇത്ര രൂപ 12,000 15,000 രൂപയൊക്കെ കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ സിബിൽ സ്കോർ കൂട്ടത്തിലെന്നൊക്കെ ഒരുപാട് പേര് അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊന്നും പോകരുത്, അതൊക്കെ നടക്കാത്ത കാര്യങ്ങളാണ്. ഇപ്പോൾ ഇതും ഞാനിത് പറയുന്നെങ്കിൽ പോലും നിങ്ങളത് 3 പ്രാവശ്യം ആലോചിച്ചതിന് ശേഷം മാത്രം ചെയ്യുക. ഇതിന് അവർ പറയുന്ന ഫീ വരുന്നത് ഏകദേശം 599 രൂപയാണ്. പക്ഷേ ഇവിടെ നമുക്കത് നഷ്ടം വരുന്നില്ല. ഈ 599 രൂപ അടയ്ക്കുകയാണെങ്കിൽ അവർ തന്നെ ഒരു 500 രൂപ ലോൺ തരും. അപ്പം നമുക്ക് 99 രൂപ മാത്രമേ നമ്മളിവിടെ ചിലവാക്കാൻ 99 രൂപ മാത്രമേ നമ്മളിവിടെ ചിലവാക്കുന്നുള്ളൂ. ഈ 500 രൂപ തരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സിബിൽ സ്കോർ കൂട്ടാൻ വേണ്ടിയാണ്. അത് 175 രൂപ വെച്ച് ഒരു മാസം നമ്മൾ അടച്ചാൽ മതി. ഈ അടയ്ക്കുമ്പോൾ തന്നെ ഇതേ വാല്യൂ ഉള്ള ആമസോൺ വൗച്ചർ നിങ്ങൾക്ക് അവിടെ കിട്ടുന്നതാണ്. അത് ഞാൻ മുമ്പ് പറഞ്ഞ ഡീറ്റെയിൽസ്. അപ്പോൾ എന്താ പറയുന്നത്, കിടിലം ഓപ്ഷനാണ്. അത് ഞാനും ചെയ്യുന്നുണ്ട്. എനിക്കും ഇങ്ങനെ സിബിൽ സ്കോർ 40+, 50+ അങ്ങനെ ഇമ്പ്രൂവ് ആയി വരുന്നുണ്ട്. നിങ്ങൾക്ക് സിബിൽ സ്കോർ തീരെ ലോ ആണെങ്കിൽ ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ ചെക്ക് ചെയ്യുക. പ്രധാനമായിട്ടും ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഇപ്പോൾ കറൻ്റ്ലി എന്തെങ്കിലും EMI ഡ്യൂ ഉണ്ടെങ്കിൽ, പെൻഡിങ് ഉണ്ടെങ്കിൽ അതെല്ലാം ക്ലോസ് ചെയ്തിട്ട് മാത്രമേ ഇത് ചെയ്യാവുള്ളൂ. ഇങ്ങനെ എന്തെങ്കിലും EMI ഡ്യൂ ഉണ്ടെങ്കിൽ ഇത് ചെയ്തിട്ടും കാര്യമില്ല. പിന്നെ അത് രണ്ടും നിങ്ങൾക്ക് നഷ്ടമാകും പൈസ. അപ്പം മുമ്പ് നമ്മളെല്ലാം ക്ലോസ് ചെയ്തു, എന്നാലും സിബിൽ കൂടാത്ത ആൾക്കാർ, അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ടല്ലോ. റീസെൻ്റ്ലി ഒരു മാസം മുമ്പ് എന്തോ ഇഷ്യൂ വന്നു, അല്ലെങ്കിൽ ഒരു 6-7 EMI മുടങ്ങിയിട്ടുണ്ട്, ക്രെഡിറ്റ് കാർഡ് ഓവർ ഡ്യൂ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് അടച്ചിട്ടുണ്ട്, എന്നാലും സിബിലിൽ എന്തെങ്കിലും ഇഷ്യൂസോ വേരിയേഷനോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അത് ഞാൻ രണ്ടിൻ്റെയും ലിങ്ക് ഞാൻ അപ്ഡേറ്റ് ചെയ്തിരിക്കാം. അപ്പോൾ ഇനിയുള്ള വീഡിയോസിൽ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഒരുപാട് ഓപ്ഷൻസിലുള്ള NBFCകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് സിബിൽ കുറഞ്ഞവർക്ക്, കൊറോണയ്ക്ക് ശേഷം ഒരു 70 to 85% ആൾക്കാർക്കും സിബിൽ നല്ല രീതിയിൽ ഡൗൺ ആയി എന്നൊക്കെ ഒരു ഓപ്ഷൻ ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ അതിനൊരു പ്രതിവിധിയായിട്ട് ഇങ്ങനെ NBFCകൾ എല്ലാം കൂടെ ഒരു ഡിസ്കഷൻ നടത്തുകയാണ്. അപ്പോൾ ഇനി വരും സമയങ്ങളിൽ അതിൻ്റെ അപ്ഡേഷൻസ് തീർച്ചയായിട്ടും വരുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഹാവ് എ നൈസ് ഡേ.